അയാൾ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ വരുണും അച്ഛനും അതേപോലെ സൂര്യയും കൂടിയിട്ട് ബെഞ്ചമിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് അങ്ങ് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെ ക്യാബിൽ അവർ 3 പേരിങ്ങനെ കാത്തിരിക്കണം ബെഞ്ചമിനെ ചോദ്യം ചെയ്താൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അങ്ങനെ ബെഞ്ചമിൻ അവരുടെ അടുത്തേക്ക് അങ്ങ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ കയറി വരുമ്പോൾ 3 പേര് ഒരുമിച്ചുണ്ട്. അപ്പോൾ അവന് ചെറുതായിട്ടൊന്ന് പതറാണ്, എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളൊരു ധാരണ അവൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ചെറിയൊരു പേടിയോടെയാണ് അവൻ കയറി വരുന്നത്. അപ്പോൾ കയറി വരുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട് വരുണിൻ്റെ അച്ഛനോട്, എന്താ സാർ എന്തിനാണ് വിളിപ്പിച്ചത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അത് പിന്നെ നിന്നോട് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നു ഓഫീസിൽ ഈ ബാങ്ക് അക്കൗണ്ടിൽ നല്ല ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് ഞാൻ അന്ന് എന്നോട് പറഞ്ഞപ്പോൾ നീ നല്ല ആവേശത്തിൽ അതൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സമയം ഇത്രയായിട്ടും നീ അതിൻ്റെ ഒരു റിപ്പോർട്ട് എവിടെ സമർപ്പിച്ചിട്ടില്ല. അത് എവിടെയാണ് നീ ചെയ്ത റിപ്പോർട്ട് എന്ന് അവനോട് അങ്ങ് തിരിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ ഒരു കുന്തും ചെയ്തിട്ടുമില്ല, അവനാകെ പേടിച്ച് നിൽക്കുകയാണ്. കൂടെയാണെങ്കിൽ ഇവർ 2 പേരും ഉണ്ട്. അപ്പോൾ ഇവനാകെ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ പറയണ്ടേ, അത് പിന്നെ സാർ അങ്ങനെ ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വിവരങ്ങളൊക്കെ അന്വേഷിക്കണം. അത് ഈ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലും അല്ലാത്ത എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ അന്വേഷിച്ചിട്ട് വേണം ഡീറ്റെയിൽസ് എടുക്കാൻ. അതിന് കുറച്ച് ടൈം എടുക്കും എന്നൊക്കെ ബെഞ്ചമിൻ പറയുമ്പോൾ സൂര്യ അങ്ങ് എണീക്കാണ്. സൂര്യ എണീറ്റിട്ട് അവനോട് പറയുന്നുണ്ട്, ഓക്കെ ബെഞ്ചമിന്, നല്ല ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണമെങ്കിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ടൈം എടുക്കും, അത് ശരിയാണ്. പക്ഷേ അത് ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ഉണ്ടാകുമല്ലോ, അതെവിടെയാണ് എന്നൊക്കെ അവനോട് അങ്ങ് ചോദിക്കണേ. അപ്പോൾ ഇവനാകെ പതർന്നുണ്ട്. അപ്പോൾ ഇവനിനി എന്താ ചെയ്യാന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനിലാണ്. പിന്നെ അവന് വിചാരിച്ചിട്ടുണ്ടാവും ആകെ അവന് വിശ്വാസമുള്ളത് വരുണിനാണ്. അപ്പോൾ വരുണിനോട് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഇടയിൽ നിന്ന് അവനെ കൊണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളൊരു രീതിയിൽ അവന് നേരെ വരുണിനോട് പറയുന്നുണ്ട്, എന്താ സാർ ഇവരിങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വരുണിനോട് ചോദിക്കുമ്പോൾ വരുണിന് ഏകദേശം ഒരു കാര്യം പിടികിട്ടുകയാണ്. കാരണം ഇവന് എന്തോ ഒരു ചതിയനാണ് എന്നുള്ള കാര്യം ഇവൻ്റെ ആ ഒരു തപ്പിപ്പിടുത്തൊക്കെ കാണുമ്പോൾ തന്നെ വരുണിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അത് പിന്നെ ബെഞ്ചമിൻ, ഇവിടെ വലിയൊരു ക്രമക്കേടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പനീനെ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ആരാണ് ചതിച്ചത് എന്നുള്ള ഒരു കറക്റ്റ് ധാരണ വേണം. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം, അതുപോലെ തന്നെ നീയും ചോദ്യപ്പെട്ടേക്കാം. അതിനാണ് നിന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് എന്ന് അവനോട് അങ്ങ് തിരിച്ചു ചോദിക്കണേ. അപ്പോൾ ഇവനോട് പറയുന്നുണ്ട്, അല്ല സൂര്യ ചോദിക്കാണ്, നിൻ്റെ അച്ഛനും എന്ന് പറയുന്ന വലിയൊരു ബിസിനസ്സുകാരനാണ് എന്നല്ലേ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ പറയാം എന്താണ് നിൻ്റെ അച്ഛൻ്റെ ബിസിനസ് അങ്ങ് തിരിച്ചു ചോദിക്കുമ്പോൾ ഇവൻ അങ്ങ് പതർന്നുണ്ട്. അതിനും അവനൊരു ഉത്തരവില്ല. അപ്പോൾ ഏത് ഫീൽഡിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമെങ്കിലും എന്നോട് പറ എന്നൊക്കെ ഇവനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഇവനാകെ ഇനി എന്ത് ചെയ്യും എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള മട്ടിൽ ഇവനാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ പറയുന്നുണ്ട്, അത് എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയാൻ, ചെറിയ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ തീരെ താല്പര്യമില്ല എന്ന് അവൻ അങ്ങ് പറയാണ്. അപ്പോൾ പിന്നെ വരുന്നതിന് നല്ല ഉറപ്പിക്കുകയാണ് ഇവനെയാണ് ചതിയന് എന്നുള്ള കാര്യം. ആ സമയത്ത് ബെഞ്ചമിനോട് വരുണ് ചോദിക്കുന്നുണ്ട്, ബെഞ്ചമിൻ, ഈ കമ്പനി എന്തായാലും തകരാൻ പോവുകയാണ്. അപ്പോൾ ആ തകരുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് കയറാൻ നീ ഞങ്ങളെ സഹായിക്കില്ല എന്നൊക്കെ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അതെന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്, ഞാൻ പിന്നെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ ബെഞ്ചമിൻ അങ്ങ് റിപ്ലൈ കൊടുക്കുകയാണ്. ആ സമയത്ത് വരുൺ അവനോട് വീണ്ടും ചോദിക്കുകയാണ്, അതെ ഈ കമ്പനിയിലെ എല്ലാ ടോട്ടൽ സ്റ്റാഫ് എങ്ങോട്ടൊക്കെ പോകുന്നു, ആരോടൊക്കെ കണക്ഷൻ ചെയ്യുന്നു എന്നൊക്കെ, ആരോടൊക്കെ സംസാരിക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവനും നീ ഞങ്ങൾക്ക് കളക്ട് ചെയ്ത് തരണം. അത് എല്ലാ സ്റ്റാഫുകളും ഇൻക്ലൂഡിങ് നീയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇവിടുന്ന് എന്തൊക്കെ സംഭവിക്കുന്നത്, ആരോടൊക്കെയാണ് കണക്ഷൻ ഉള്ളത് എന്നുള്ള എല്ലാ സർവ്വ ഡീറ്റെയിൽസും ഞങ്ങൾ എടുക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾ നിന്നെ അങ്ങ് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിൻ്റെ ഫോണൊന്ന് വേണം, നീ ആരോടൊക്കെ കണക്ഷൻ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിൻ്റെ ഫോൺ ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യണമെന്ന് സൂര്യൻ കൂടി അവനോട് അങ്ങ് പറയണേ. അപ്പോൾ അവൻ നന്നായിട്ട് അങ്ങ് പേടിക്കണേ. ആ ഫോൺ അങ്ങ് ചെക്ക് ചെയ്താൽ അവനായിരിക്കും കള്ളനെന്ന് അവർക്ക് ഈസി ആയിട്ട് പിടിക്കാമെന്ന് ബെഞ്ചമിനെ നന്നായിട്ട് ഉറപ്പിക്കുകയാണ്. ആ സമയത്ത് ബെഞ്ചമിൻ പറയുന്നുണ്ട്, അല്ല സാർ എൻ്റെ ഫോൺ എന്തിനാണ് ചെക്ക് ചെയ്യുന്നത് എന്നൊക്കെ വരുണിൻ്റെ അച്ഛനോട് ചോദിക്കുമ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൻ്റെ ഫോണും കൂടി ചെക്ക് ചെയ്യുന്നത്. കാരണം സ്റ്റാഫിനെ എല്ലാവരും ചെക്ക് ചെയ്യണം, അതിൻ്റെ ഇടയിൽ ഇവനെ മാത്രം ഒഴിവാക്കി വിടണ്ടല്ലോ എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ബെഞ്ചമിനോട് അച്ഛനങ്ങ് പറയുന്നത്. അപ്പം ബെഞ്ചമിൻ പറയുന്നുണ്ട്, സോറി സാർ എൻ്റെ ഫോൺ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ എന്തുകൊണ്ട് പറ്റത്തില്ല, എന്തായാലും നിൻ്റെ പേഴ്സണൽ കോളിംഗ് ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല, അല്ലാത്ത ഡീറ്റെയിൽസ് മാത്രം ഞങ്ങൾ ഫോൺ നോക്കുന്നുള്ളൂ, അതുകൊണ്ട് നിൻ്റെ ഫോൺ ഈ ടേബിളിൽ അങ്ങ് വെക്കുക എന്നൊക്കെ സൂര്യൻ പറയാണ്. പക്ഷേ ഇവൻ അങ്ങ് പതറുന്നുണ്ട്. കാരണം ഇനി എന്തായാലും പിടിക്കപ്പെട്ടിട്ടുണ്ട്, ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് ബെഞ്ചമിൻ അങ്ങ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അഭിനയിച്ചിട്ട് കാര്യമില്ല, ഇവരെന്തായാലും എന്നെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നാൽ ആകെ പ്രശ്നമാകും എന്നുള്ള ആ ഒരു ധാരണയിൽ ബെഞ്ചമിന്
ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് വരുണ് അവനോട് ദേഷ്യപ്പെടണം. എടാ നീ എൻ്റെ കൂടെ നിന്ന് ചതിക്കുമായിരുന്നല്ലേ, നീ എന്നെ ഒറ്റ കൊടുക്കുമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ തല്ലാൻ വരികയാണ്. ആ സമയത്ത് ഇവന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. ഓടുന്നത് തന്നെ സൂര്യയുടെ കൈക്കാണ്. സൂര്യ അവിടുന്ന് പിടിച്ച് വെക്കുന്നതൊക്കെ ഉണ്ട്. നീ എങ്ങോട്ടാണ് ഓടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരവിടെ പിടിയും വലിയൊക്കെ കൂടുന്നതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരെയും തള്ളിയിട്ടിട്ട് ബെഞ്ചമിൻ ഓടി രക്ഷപ്പെടും. അവൻ ഓടിപ്പോകുമ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അവനെ വിടരുത്, അവൻ ചതിയനാണ്, അവനാണ് ഇത് പറ്റിച്ചത്, അതുകൊണ്ട് അവനെ വിടരുത് എന്നൊക്കെ പറയാണ്. അവൻ വരുണും സൂര്യയും കൂടി അവൻ്റെ പിന്നാലെ തന്നെ വെക്കുകയാണ്. ഇവനൊരു കാറെടുത്ത് ഓടി പോവുകയാണ്. അപ്പോൾ അവൻ്റെ ആ പിന്നാലെ തന്നെ അവരെ കാറെടുത്തിട്ട് ഇവനെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കര സ്പീഡിൽ ഫാസ്റ്റിൽ പോയോണ്ടിരിക്കുകയാണ്. അവൻ സൂര്യ പറയുന്നുണ്ട് അവൻ രക്ഷപ്പെടുക എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ വരും പറയുന്നുണ്ട്, ഇല്ല അവനെ ഞാൻ വിടത്തില്ല, കാരണം അവൻ എന്നെ വിശ്വസിപ്പിച്ചതാണ്, അവൻ എന്നെ നല്ല വിശ്വാസം പകർത്തി തന്നുകൊണ്ട് എന്നെ ചതിച്ചത്, അതുകൊണ്ട് ഞാൻ അവനെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരുണും അവൻ്റെ പിന്നാലെ തന്നെ വിടുകയാണ്. അപ്പോൾ ഇവന് എങ്ങനെയെങ്കിലും ഇവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ വിചാരിച്ച് ഓരോ റോഡിലൂടെ ഒക്കെ അങ്ങനെ ഓടിക്കുന്നുണ്ടെങ്കിലും ഈ വരുണും സൂര്യ അവനെ വിടുന്ന ലക്ഷണമല്ല. ഇവനെ പിന്നാലെ തന്നെ എങ്ങനെയെങ്കിലും അവനെ പിടിച്ച് കഴിഞ്ഞാലേ അവൻ്റെ പിറകിൽ ആരൊക്കെ ഉള്ളത് എന്നുള്ള ഒരു കറക്റ്റ് ധാരണ ഉണ്ടാവുള്ളൂ. കാരണം ഇവൻ ആരാണ് ഇങ്ങോട്ട് അയച്ചത് എന്നുള്ള ആ ഒരു ധാരണ ഇവൻ തന്നെ പറഞ്ഞാലേ മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് ഇവൻ്റെ പിന്നാലെ തന്നെ ഇവർ ആ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് വെച്ച് പിടിക്കുകയാണ്. പക്ഷെ ബെഞ്ചമിൻ ഓടി പോകുന്നുണ്ട്. അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവൻ ചന്ദ്രശേഖരനെ വിളിക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടി എന്നുള്ള ആ ഒരു കാര്യം ഇവിടുന്ന് ആക്കെ ഫ്ലോപ്പായ കാര്യമൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് വിളിക്കണം. അപ്പോൾ ചന്ദ്രശേഖരനെ ഫോൺ എടുക്കുന്ന സമയത്ത് ബെഞ്ചമിൻ പറയുന്നുണ്ട്, സാറേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ശരിയായിരുന്നു, അവർക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നുണ്ട്, അവരെന്നെ പിടിച്ചിട്ടുണ്ട്, അവരെൻ്റെ പിന്നാലെ തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് വരികയാണ്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അവൻ കാറിലിരുന്നിട്ട് വണ്ടിയിൽ ഓടിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നീ ഒരു കാരണവശാലും അവനക്ക് പിടി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു ഗോഡൗൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചന്ദ്രശേഖരനെ. ഈ ഒരു ഗോഡൗണിൻ്റെ അടുത്ത് വരെ നീ അവർക്ക് എന്ത് കാരണവശാലും പിടി കൊടുക്കരുത്, അവിടെ എത്തിക്കഴിഞ്ഞാൽ നീ പിന്നെ നിന്നോ, കാരണം അവിടെ നമ്മുടെ ആളുകളൊക്കെ ഉണ്ടാകും അവരെ ശരിപ്പെടുത്താൻ, അതുകൊണ്ട് നീ പേടിക്കേണ്ട, നീ ഒറ്റക്കാവില്ല, പക്ഷേ അതിന് മുന്നേ നീ അവർക്ക് പിടി കൊടുത്താൽ ആകെ പണി പാളും, അതുകൊണ്ട് നീ അവിടെ നിന്നൊന്നും പിടി കൊടുക്കാതെ പെട്ടെന്ന് ആ ഒരു ഗോഡൗണിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ വിട്ടോ എന്നൊക്കെ അങ്ങനെ അവനോട് പറയാണ്. അപ്പോൾ ഇവനെ ഓക്കെ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ ഗോഡൗണിൻ്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും എത്താൻ വേണ്ടിയിട്ട് സ്പീഡിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വരുണും സൂര്യ വിട്ടു കൊടുക്കുന്നില്ല. അവർ പിന്നാലെ തന്നെ വെച്ച് പിടിച്ച് അവൻ്റെ കാർ ഓവർടേക്ക് ചെയ്ത് നിർത്താൻ. എന്നിട്ട് നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബെഞ്ചമിനെ കാറിൽ നിന്ന് ഇറക്കിയിട്ട് അവനെ തല്ലാണ്. നീ ഞങ്ങൾ ചതിക്കും അല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തല്ല് വെച്ച് കൊടുക്കുകയാണ്. ആ സമയത്തൊക്കെ പിന്നെ ഭയങ്കര പാവമായിട്ട് ഇങ്ങനെയുള്ള ആ ഒരു വില്ലൻ കഥാപാത്രത്തിലേക്ക് വന്നിട്ടില്ല. ഇവരോട് പ്രതികരിക്കാതെ എങ്ങനെയെങ്കിലും ഇവരെ തല്ലുന്ന രക്ഷപ്പെടുക എന്നുള്ളതിൽ ഓടുകയാണ്. അപ്പോൾ ഓടുന്നതിൻ്റെ തന്നെ പിടിച്ച് തല്ലുന്നുണ്ട്. തല്ലെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തല്ലാണ്, തല്ലോട് തല്ല് നല്ല കിട്ടുന്നുണ്ട് ബെഞ്ചമിന്. അതും സൂര്യയും വരുണും കൂടി ഒരുമിച്ച് തല്ലുന്നൊക്കെ ഉണ്ട്. അപ്പോൾ തല്ലി ചതച്ച് അവൻ വീണ് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ മുഖഭാവം മാറുകയാണ്. ഇവന് നേരെ തിരിച്ചും തല്ലാൻ തുടങ്ങാൻ. അവൻ ബെഞ്ചമിന് ഇവരെയും തല്ലുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ അവർ അങ്ങോട്ടും തല്ലുന്നുണ്ട്. ആ തല്ലിൻ്റെ ഇടയിൽ ഈ സൂര്യക്ക് ഇട്ട് അവനൊന്ന് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ സൂര്യ വിടുന്നില്ല. സൂര്യ വീണ്ടും ഇവനെങ്ങനെ ആക്രമിക്കുക. ഇവർ രണ്ടുപേരും ഇവനെ എങ്ങനെ പിടിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്, എടാ കൂടെ നിന്ന് ചതിച്ചനവനല്ലാട്ട്, നീ എൻ്റെ വിശ്വാസമൊക്കെ നേടിയെടുത്തവനല്ലേ, അതുകൊണ്ട് നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന് എനിക്കറിയണം, അല്ലാതെ നീ ഇവിടുന്ന് പോകുന്ന പ്രശ്നമല്ലടാ, ഞങ്ങൾ നിന്നെ വിടില്ല എന്നൊക്കെ വരണ ഇവനോട് പറയുന്നുണ്ടെങ്കിൽ ഇവൻ ആരാണ് വിട്ടതെന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. ഇവൻ ആ തല്ലൊക്കെ കൊണ്ടിട്ട് അവിടെ വീഴുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല. പക്ഷെ പെട്ടെന്ന് സൂര്യൻ്റെ തലയ്ക്ക് ഒരു അടി ഏൽക്കണ്. അപ്പോൾ ആ തടിയുടെ ആഘാതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഉണ്ടാവും ഒരുപാട് ഗുണ്ടകളൊക്കെ കുറേ വടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ബെഞ്ചമിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ബെഞ്ചമിനാണെങ്കിൽ തല്ലി ഏകദേശം ഒരു തീരുമാനത്തിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ സഹായത്തിന് ഇവരെല്ലാവരും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൂര്യനെയും വരുണിനും പൊതിരെ തല്ലിയാണ്. അപ്പോൾ തല്ലുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടും തല്ലുന്നുണ്ട്. അങ്ങനെ തല്ലി 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 അവസാനം ഈ സൂര്യക്കിട്ട് ഒരു അടി കൊള്ളുകയാണ്. അപ്പോൾ സൂര്യ വീഴുന്നുണ്ട്. പക്ഷേ സൂര്യ വീഴുന്നത് കണ്ടിട്ട് പിന്നെ വരുണിന് ഈ ബെഞ്ചമിനെ ഒന്നും വേണ്ട, അവൻ നേരെ ഏട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പോൾ ഏട്ടൻ എന്തേ പറ്റിയെന്നൊക്കെ പറയുമ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ട്, അവനെ വിടരുത്, അവനെ പിടിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ വരുണ് ആ ഒരു സൂര്യനെ നോക്കാനുള്ള ആ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ വില്ലന്മാർ നേരെ ആ ബെഞ്ചമിനൊക്കെ എടുത്തിട്ട് ഓടി പോവുകയാണ്. അപ്പോൾ ഈ സൂര്യ പറയുന്നുണ്ട് അവനെ വിടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എസ്കേപ്പായി പോയി. അവൻ ആ വണ്ടിയിൽ കയറ്റിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവർക്ക് ഉറപ്പായിരിക്കുകയാണ് ഇവരെ പിന്നിൽ ആരോ ഉണ്ട് എന്നും ഇവനാരോ പറഞ്ഞയച്ചതാണെന്നും ഇവനൊരു ചതിയനായിരുന്നു, ഇതുവരെ അവരുടെ ആ വിശ്വാസങ്ങളൊക്കെ നേടിയെടുത്ത് ആ ഒരു കമ്പനിയിൽ കയറി കൂടിയതാണ് എന്നുള്ള ആ ഒരു ധാരണ ഏകദേശം വന്നിരിക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും. അങ്ങനെ
അവിടെ ഈ കാര്യങ്ങളൊക്കെ പോയേണ്ടിയിരിക്കുകയാണ്. പിന്നെ രാധികയാണെങ്കിൽ ശ്യാമ മാഡത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഈ ശ്യാമ അവളോട് ഇങ്ങനെ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, വാ മോളെ നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൊണ്ട് ഒരു റൂമിലേക്ക് പോവാണ്. അപ്പോൾ റൂമിൽ ഒരു അലമാര ഇങ്ങനെ അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആ അലമാര നോക്കിയിട്ട് ഈ ശ്യാമ പറയുന്നുണ്ട്, മോളെ ആ അലമാര പോയി തുറക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഓക്കെ ശരി അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ അലമാരയുടെ അടുത്തേക്ക് ഇങ്ങ് പോവാണ്. അപ്പോഴാണെങ്കിൽ അമൃതേടത്തി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അമൃതേടത്തി ഇങ്ങനെ ശ്യാമനോട് ചിരിക്കുന്നുണ്ട്. അവൾ ഇന്ന് തുറന്ന് കഴിഞ്ഞിട്ട് അവളെ ഒരു റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു അലമാര തുറന്ന് കഴിയുന്ന സമയത്ത് അതിൽ മുഴുവനും ചെറിയ കളിപ്പാവകളും ഈ ഉടുപ്പുകളും അങ്ങനെയുള്ള വളകൾ അങ്ങനെ കൊച്ചു കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ അലമാര അങ്ങ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവളുടെ കണ്ണുകളൊക്കെ അങ്ങ് എന്തോ പോലെ അങ്ങ് വിടരും. രാധിക അലമാരയിലുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിക്കാണുകയാണ്. ഒരുപാട് പാവകളും വളകളും പൊട്ടുകളും ഉടുപ്പുകളും കുഞ്ഞുടുപ്പുകളും എല്ലാം കൊണ്ടങ്ങ് നിറച്ച് വെച്ചിരിക്കുകയാണ് ആ അലമാര. അപ്പോൾ ഇതൊക്കെ എന്താ അമ്മയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇവർ ഓരോ അമ്പലത്തിലും കുഞ്ഞുനാളിൽ ഇങ്ങനെ മകളെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഓരോ അമ്പലത്തിലും ഓരോ ഉടുപ്പുകളും ചെരുപ്പുകളും എല്ലാം കാണുമ്പോഴൊക്കെ തൻ്റെ മകൾക്ക് വേണ്ടി വാങ്ങുക എന്നുള്ള രീതിയിലൊക്കെ വാങ്ങി വെച്ചതായിരുന്നു. പക്ഷേ ഇത്രയും കാലം ഞാൻ അതൊക്കെ സൂക്ഷിച്ച് വെച്ചു. എന്നിട്ട് ചില സമയത്തൊക്കെ മകളെ അന്വേഷിച്ച് കരയുന്ന സമയത്ത് മകളെ കിട്ടാത്ത ആ ഒരു ദുഃഖത്തിൽ ഞാൻ ഇവിടെ വന്ന് ഇതൊക്കെ പിടിച്ച് പൊട്ടി കരയാറുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രാധികനോട് അങ്ങ് പറയണം. അപ്പോൾ രാധികക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ്. എൻ്റെ അമ്മ എത്രമാത്രം തന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവൾ ആ ഒരു വളകളും ഉടുപ്പുകളൊക്കെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ അങ്ങ് അവൾ ചേർത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അമൃതേടത്തിയും പറയുന്നുണ്ട്, അത് ശരിയാണ് ശ്യാമ ഓരോ അമ്പലത്തിൽ പോകുമ്പോൾ ഓരോ അമ്പലത്തിൽ ഓരോ പരിപാടിക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ അവിടുന്ന് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ മകൾക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വാങ്ങി കൂട്ടിയതാണ് ഇത് മുഴുവനും. എന്നിട്ട് അവൾ ഇതുവരെ അതൊക്കെ സൂക്ഷിച്ച് വെച്ചതാണ് എന്നൊക്കെ രാധികനോട് പറയുന്നത്. അപ്പോൾ രാധികക്കാണെങ്കിൽ ആ ഒരു കാര്യം കാണുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ ആ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് അവൾ അമ്മനോട് ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇത്രയും തന്നെ സ്നേഹിച്ചിരുന്നല്ല അമ്മ, ഇത്രയും തൻ്റെ ഓരോ കാര്യങ്ങളും ഒക്കെ ചിന്തിച്ചുകൊണ്ട് മനസ്സുരുകി ജീവിക്കുകയായിരുന്നല്ലോ എന്നുള്ള ആ ഒരു സ്നേഹമൊക്കെ രാധികക്ക് അങ്ങ് അപ്പോൾ തോന്നുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്, അമ്മ വാങ്ങിച്ച് തന്ന എല്ലാം ഞാൻ അങ്ങ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ കുഞ്ഞു വളകൾ ഇതൊന്നും എനിക്ക് കൊള്ളൂല എന്നൊക്കെ ഇങ്ങനെ അവരോട് ഇങ്ങനെ പറയുമ്പോൾ അവരൊന്ന് ചിരിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ചെറിയ കാലത്തുള്ള വളകളൊക്കെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. സ്വന്തം മകൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന സമയത്ത് കൊടുക്കാനൊക്കെ ആയിരിക്കും ആ ഒരു അമ്മയുടെ ഒരു സ്നേഹമാണ് അവിടെ അങ്ങനെ കാണിക്കുന്നത്. പക്ഷേ കണിമംഗലത്തുള്ള അവസ്ഥ ഭയങ്കര മോശമായി വരികയാണ്. കണിമംഗലത്തേക്ക് 2 ഓഫീസേഴ്സ് അങ്ങ് കയറി വരുന്നുണ്ട്. അപ്പോൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ 2 ഓഫീസേഴ്സ്. അപ്പം നമ്മുടെ പത്മിനി നേരെ വീട്ടിലേക്ക് അകത്ത് ഇരുത്താൻ പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എവിടെ പരമേശ്വരൻ എവിടെ എന്നൊക്കെ പറയുമ്പോൾ സാറ് ഇപ്പോൾ വരും, നിങ്ങൾ അവിടെ ഇരുന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ 2 പേര് അവിടെ സോഫയിൽ അങ്ങ് ഇരുത്തുന്നുണ്ട്. അപ്പോൾ ഇവർ ഇരിക്കുന്ന സമയത്ത് പത്മിനി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടങ്ങ് വരികയാണ്. എന്താ സാറന്മാർ ഈ വഴിക്കൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, പരമേശ്വരനെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ശരിയാ, പരമേശ്വരൻ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഉർവശിയും കൽപ്പനയും അങ്ങ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇവർ 2 പേരെ എങ്ങനെ ബാങ്കുകാരെയാണ് കാണുന്നത്. അപ്പോൾ ഇവർ എന്തിനാണ് ഇവർ വന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് ചോദിക്കുമ്പോൾ പക്ഷേ മുത്തശ്ശിക്ക് അന്ന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത്, എന്തായാലും നിങ്ങൾ അന്വേഷിച്ച് വന്നതല്ല എന്നൊക്കെ അങ്ങനെ അവരോട് അങ്ങ് തട്ടി കയറാണ്. അപ്പോൾ ഇവർക്ക് അത് അത്ര വലിയ പിടിച്ചിട്ടൊന്നുമില്ല. എന്നാലും അവർ എന്തോ ഒരു പ്രശ്നമുണ്ട്, കാരണം ബാങ്കുകാർ വന്നത്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നുള്ള നല്ല ധാരണയിൽ ചെറിയൊരു സന്തോഷത്തിൽ അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാങ്കുകാർ പറയുന്നുണ്ട്, പരമേശ്വരനോടൊന്ന് സംസാരിക്കണം, കാരണം കാര്യം കുറച്ച് സീരിയസ് ആണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം പരമേശ്വരനോട് സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷേ അടുത്ത പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഇവർ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കണം. അപ്പോൾ ഈ ബാങ്ക് ജപ്തി ചെയ്യുന്ന ആ ഒരു കാര്യമാണ് എന്ന് തോന്നുന്നുണ്ട് ഈ ഒരു വീടിന്. അപ്പോൾ പത്മിനി പിന്നെ ഈ വരുണിൻ്റെ അച്ഛനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ഒരുപാട് ഈ പരമേശ്വരനെ റെസ്പെക്റ്റ് ചെയ്തിരുന്ന ആളുകളൊക്കെയാണ് ഇപ്പം പരമേശ്വരനെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, തോറ്റവനെ പിന്നെ ആർക്കാ ബഹുമാനിക്കുക, തോറ്റവനെ പിന്നെ ആരും ബഹുമാനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ രാധികനെ വരുൺ വീട്ടിലേക്ക് വന്നിട്ട് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇനി ആ ഒരു ജപ്തി എങ്ങനെ ശ്യാമക്ക് രക്ഷപ്പെടുത്താനെങ്കിലും കഴിയുമോ, ഇനി അവർക്ക് തന്നെ അവരുടെ ആ ഒരു കമ്പനി തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നൊക്കെ അങ്ങനെ നമുക്ക് നോക്കാം. പിന്നെ ആണെങ്കിൽ ഈ ചന്ദ്രശേഖരന് ഈ ഉർവശിക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവരെ ആ കണിമംഗലത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദി ഞാനാണ്, ഞാൻ ആ കണിമംഗലം കുളം തോണ്ടിരിക്കും, ഞാനും നീയും നമ്മുടെ മകനും അനുഭവിച്ച എല്ലാത്തിൻ്റെയും ഒരു ഉത്തരമായിരിക്കും ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറഞ്ഞിട്ട്
എൻ്റെ ശത്രുവിൻ്റെ ആ പക മുഴുവനും അങ്ങ് കാണിക്കുന്ന കണ്ട. അപ്പം നാളത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെ സംഭവിക്കുക ഒക്കെ നോക്കി കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ബൈ ആൾ.